ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്യാബിസോളിലേക്ക് സ്വാഗതം. ഞാൻ പാക്സി തോമസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓർക്കിഡ് റോസ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ്. നമ്മൾ വിലയും കാര്യങ്ങളും പറഞ്ഞതിന് മുമ്പായിട്ട് നമുക്ക് ആ പ്ലാന്റിനെ കുറിച്ചൊന്ന് പറയാം, അതിൻ്റെ പ്രൊപ്പഗേഷനും കെയറിങ്ങൊക്കെ ഒന്ന് പറയാം. ഓർക്കിഡ് റോസ് പ്ലാന്റ് വെച്ചാൽ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റാണ്. നാടൻ റോസ് പോലെ പൂക്കളായിട്ടുള്ള ചെറിയ ചെറിയ ലീഫായിട്ടുള്ള അധികം മറ്റ് റോസിനെ പോലെ മുള്ളുകളില്ലാത്തൊരു പ്ലാന്റാണ് ഓർക്കിഡ് റോസ് പ്ലാന്റ്. ഇത് ഓൺ റൂട്ടഡും ഉണ്ട്, ബഡും ഉണ്ട്. ഈ സൈഡിലിരിക്കുന്നത് ബഡ് പ്ലാന്റ് ആണ്, ഈ സൈഡിലിരിക്കുന്നത് ഓൺ റൂട്ടഡ് ആണ്. അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ് കുത്തി പിടിപ്പിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതൊരു വീട്ടുകാർ നമുക്ക് ചെയ്തു തന്നതാണ്. ഇതിൻ്റെ കമ്പ് കുത്തിപ്പിടിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് തന്ന പ്ലാന്റ്സ് ആണ് ഈ ഭാഗത്ത് ഇരിക്കുന്നത്. ഇതിന് നമുക്ക് വളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഒന്ന് കൊടുത്താൽ മതിയാകും. എപ്പോഴും നിറച്ച് പൂവായിട്ട് നിന്നോളും. പിന്നെ നല്ല വെയിൽ വേണം, നല്ല വെളിച്ചം സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം ഇത് വെക്കാനായിട്ട്. എന്നാലേ പൂവിനും കളർ ഉണ്ടാവുള്ളൂ, ചെടിയും നല്ല ഗ്രോത്തും നന്നായി പൂക്കളോടുള്ളൂ. നിറയെ ഇതിൻ്റെ കടഭാഗത്തുനിന്ന് നിറയെ ചെറിയ ചെനപ്പുകൾ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ കടഭാഗം നോക്കിയാൽ അറിയാം, നിറച്ച് ഉണ്ട്. ഇപ്പം എത്രയോ 5-6 ചെറിയ ചെറിയ ചെനപ്പുകൾ വരുന്നുണ്ട് ഇപ്പോഴേ. അതുപോലെ തന്നെ ഇത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഈ ഭാഗത്തുനിന്നൊക്കെ ചെനപ്പുകൾ വരും. അങ്ങനെ വരുമ്പോഴാണ് നിറയെ ഇത് ബുഷിയായിട്ട് നിറച്ച് പൂക്കളായിട്ട് വരുന്നത്. നന്നായി നല്ല ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. പിന്നെ നന്നായി വളർന്നു കഴിയുമ്പോൾ ചെറിയൊരു സപ്പോർട്ടൊക്കെ വേണ്ടി വരും ഇതിന്, അല്ലെങ്കിൽ ഇതിങ്ങനെ ചാഞ്ഞു പോകും. പിന്നെ ഈ ഭാഗത്തുള്ളത് ബഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതാണ് ഓർക്കിഡ് റോസ് എന്ന് പറയാൻ കാരണം. ആക്ച്വലി ഓർക്കിഡിൻ്റെ മുട്ടുകൾ ഇങ്ങനെ താഴേന്നാണ്, ഓർക്കിഡിൻ്റെ മുട്ടുകൾ താഴേന്ന് വിരിഞ്ഞാണ് ലാസ്റ്റത്തെയാണ് ഈ ഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് വിരിയും എന്നതുപോലെയാണ് ഇതിൻ്റെ മുട്ടുകളും. കണ്ടോ, എന്നിട്ട് ഏറ്റവും താഴത്തേയിരിക്കും ആദ്യം വിരിയണത്. കണ്ടോ, അതിനുശേഷം അതിൻ്റെ മുകളിൽ വിരിയും, അതിൻ്റെ മുകളിൽ വിരിയും, ഏറ്റവും ലാസ്റ്റാണ് ഏറ്റവും മുകളിൽ വിരിയണത്. അങ്ങനെ ഓർക്കിഡിൽ പൂക്കൾ വിരിയുന്നത് പോലെയാണ് ഈ റോസിലും പൂക്കൾ വിരിയുന്നത്. അതാണ് ഈ ഓർക്കിഡ് റോസ് എന്ന് പറയാൻ കാരണം. പിന്നെ കണ്ട, ഇതിന് മുള്ളില്ല, ചെറിയ ലീഫൊക്കെ ആയിട്ടുള്ളതാണ്. പ്രൂൺ ചെയ്ത് കൊടുത്താൽ ബുഷിയായിരിക്കും. പിന്നെ കടഭാഗത്തു നിന്നാണ് ഇങ്ങനെ നിറയെ വന്ന് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് നിൽക്കും. നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് ഇപ്പോൾ വീടുകൾ തയ്യാറാക്കിയതുകൊണ്ട് ഈ ബഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഇപ്പോൾ കാണിച്ച വലിപ്പത്തില്ല. ഇതുപോലെ മൊട്ടുകളും പൂക്കളും ഇതുപോലെ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത്. ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 140 രൂപയാണ്. 140 റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പ് ചെയ്യുക. DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത്. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ പുതിയ റോഡാണ് നമ്മുടെ നഴ്സറി. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.